ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 4-ാം മാസം ഏപ്രിൽ മാസം 13-ാം തീയതി നമ്മൾ പ്രാർത്ഥനയ്ക്കായി കൂടി വന്നു. എന്നാൽ ഇപ്പോൾ 14-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു. 10 മണിക്ക് കൃത്യമായ സമയത്ത് എല്ലാവരും കൂടി വന്ന് പ്രാർത്ഥന ആരംഭിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവസന്നിധി നമ്മളായിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ അല്പസമയ വേദചിന്തയ്ക്കായി നമുക്കെപ്പോഴും പരിചിതമായിരിക്കുന്ന ഒരു ദൈവവചനം ചിന്തിച്ചതിൽ നിന്ന് ദൈവാത്മാവ് തരുന്ന ദൂത് പ്രകാശിപ്പിച്ച് ഈ മെസ്സേജ് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. യെശയ്യാവിന്റെ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നു. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല. അഗ്നിയാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. സ്ഥിരമായി പരിചിതമുള്ള ഒരു വചനം, പല ആവർത്തി കേട്ടിട്ടുള്ള ഒരു സന്ദേശമാണ് ഇന്ന് രാത്രിയിലും വായിച്ചു കേട്ടിരിക്കുന്നത്. ഇവിടെ പേരെടുത്ത് വിളിച്ച ഇസ്രായേലിനെ, യാക്കോബ് എന്ന വ്യക്തിയെ ഇസ്രായേൽ എന്ന രാഷ്ട്രമാക്കി ദൈവം പ്രവചനാത്മാവിൽ അവരോട് സംസാരിക്കുന്ന വചനമാണ് നാം ഇവിടെ വായിച്ചത്. അത് ദൈവത്തിൻ്റെ വചനം പറയിക്കുന്ന കർത്താവ് പറഞ്ഞ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ എന്ന കർത്താവ് അഫ്രൈം ചെയ്തെന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടുത്തി പറയുകയാണ്. നമുക്ക് ഭയമൊക്കെ വരും, ഒറ്റപ്പെട്ടു പോകുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, നാം ഭയപ്പെട്ടു പോകുമ്പോൾ കർത്താവ് പറയും, നീ ഭാരപ്പെടേണ്ട, നിന്നെ സൃഷ്ടിച്ചവനാണ് എന്നോട് സംസാരിക്കുന്നത്, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരമാണ് ചെയ്യുന്നത്. സൃഷ്ടിക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ സൃഷ്ടിതാവാണ് കാര്യങ്ങളെ പരിഹരിക്കുന്നത്. നമ്മളെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ ആ മനുഷ്യ സൃഷ്ടിയായിരിക്കുന്ന നമുക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ കഥാ പറഞ്ഞു, നീ ഭാരപ്പെടേണ്ട. ഇസ്രായേലിനോട് പറയുകയാണ്, ഇസ്രായേലേ, നിന്നെ എങ്ങനെയാ ഒരു രാഷ്ട്രമാക്കി എടുത്തെന്ന് എനിക്കറിയാം, നീ ആരായിരുന്നു എനിക്കറിയാം, എങ്ങനെയാ നീ വളർന്നു വന്നതെന്ന് എനിക്കറിയാം, എങ്ങനെയായിരുന്നു നിന്റെ യാത്രയെന്നെല്ലാം ദൈവം അവനെ ഓർപ്പിക്കുകയാണ്. പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. സൃഷ്ടിച്ച കർത്താവ് പറഞ്ഞു, ഉത്തരവാദിത്വമുണ്ട്, നിന്നെ വീണ്ടെടുത്തതല്ലേ ഞാൻ, നിന്നെ സൃഷ്ടിച്ചതല്ലേ. അപ്പോൾ വെറുതെയാണോ ഞാൻ നിന്നെ മെനഞ്ഞത്? വെറുതെയാണോ ഞാൻ നിന്നെ വീണ്ടെടുത്തത്? അല്ല. അതുകൊണ്ട് നീ എന്തിനാ ഭയപ്പെടുന്നത്? സൃഷ്ടിച്ചവൻ നമ്മുടെ ദൈവമാണ്. അവൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ ഭയപ്പെടേണ്ട സാഹചര്യം വന്നതിൻ്റെ അർത്ഥത്തിലാണ് ദൈവം പറഞ്ഞത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അതായത് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് വീണ്ടെടുപ്പ്, എന്താണ് ഭയം എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഭയം മരണഭയമാണ്. ദൈവം നമ്മളെ വീണ്ടെടുത്തു. അപ്പോൾ ആ ഒരു വീണ്ടെടുപ്പാണ് ഏറ്റവും വലുത്. കർത്താവ് നമ്മളെ വീണ്ടെടുത്തതിനായി സ്തോത്രം ചെയ്യാം. മൃത്യുഭയത്തിൽ നിന്ന് കർത്താവ് ഓർപ്പിക്കുന്നത്, ഈ ലോകത്തുള്ള ജീവിതത്തിന്റെ വിഷയങ്ങളൊക്കെ താൽക്കാലികമാണ്, ഭയങ്ങളൊക്കെ താൽക്കാലികമാണ്. രോഗം, പ്രയാസങ്ങൾ, കഷ്ടം, കഠിന വിഷയങ്ങളെല്ലാം താൽക്കാലിക. കർത്താവ് പറഞ്ഞു, അതിൽ നിന്നൊക്കെ നിന്നെ അവസാനമായി പരാജയപ്പെടുത്തേണ്ട ആ നിത്യ ഭീതിയിൽ നിന്ന് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നാം സന്തോഷിക്കണം. കർത്താവ് എന്നെ സൃഷ്ടിച്ചു, അവൻ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, നിന്റെ ഏതവസ്ഥയിലും ഞാൻ നിന്റെ പേരെനിക്കറിയാം, നിന്റെ ശബ്ദം എനിക്കറിയാം. നീ ഏത് സാഹചര്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് അപേക്ഷിക്കുന്നതെന്ന് മറ്റാർക്കും അറിയത്തില്ല. നിന്നെ എനിക്കറിയാം. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നതാണ്. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇന്നതാ ആളാണെന്ന് എനിക്കറിയാം. നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നവന്
ഈ സകലത്തെയും പേർ അറിയാവുന്നവന് ഒരുപക്ഷെ നമ്മുടെ പേരൊക്കെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും മറന്നുപോകും അല്ലേ. നമുക്ക് സ്ഥിരമായ കൂട്ടായ്മയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മുടെ പേരൊക്കെ ഓർത്തിരിക്കുന്നത്. പ്രേരയിലുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ടുള്ളവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊക്കെ അറിയാം. പക്ഷെ ഒരു 2 വർഷം, ഒരു 3 വർഷമൊക്കെ ഒന്ന് പങ്കെടുക്കാതിരുന്നേ കുറച്ച് കഴിയുമ്പോഴത്തേന് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ട് എന്നൊക്കെയല്ലേ നമ്മൾ പറയുള്ളൂ. കാരണം എന്താ, നമ്മൾ മറന്നുപോകും. നമ്മളെല്ലാം മറന്നുപോകും. ആരെല്ലാമായിട്ട് ബന്ധമുള്ളവരെ ഓർത്തിരിക്കും. കഥ പറഞ്ഞു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കറിയാം ഇന്നയാളാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ശബ്ദിക്കാതിരിക്കണ്ട, അനങ്ങാതിരിക്കണ്ട, മിണ്ടാതിരിക്കണ്ട. ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന, നിന്റെ ഹൃദയം പിടയ്ക്കുമ്പോൾ എനിക്കറിയാം, നീ വേദനപ്പെടുമ്പോൾ എനിക്കറിയാം. കാരണം അത്രമാത്രം ശ്രദ്ധ ദൈവത്തിന് നമ്മുടെ മേലുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രധാന വിഷയം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് വായിച്ച 2ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. പ്രകാരം വഹിക്കുന്നത്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. ഇതാണ് ഇന്ന് രാത്രിയിലെ സന്ദേശമായിട്ട് എടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, തീയിൽ കൂടി കടക്കുമ്പോൾ, അഗ്നിയാൽ തന്നെ ദഹിപ്പിക്കാത്തൊക്കെ, ഇങ്ങനെ 4 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളം എന്നാണ് നമുക്കറിയാം. വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും എന്ന് പറഞ്ഞാൽ വെള്ളത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ കടന്നുപോയ ചെങ്കടൽ വെള്ളമായിരുന്നു, യോർദാൻ വെള്ളമായിരുന്നു. പിന്നെ അവര് കടന്നുപോയത് ജാതികളാകുന്ന വെള്ളത്തിലേക്കാണ് പോയത്. അതാണ് വെള്ളത്തിൽ കൂടി കടന്നു പോകുമ്പം, നീ പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടിയിരിക്കുന്നു. ഈ ചെങ്കടലിനെ വറ്റിക്കാമെങ്കിൽ, യോർദാനെ വറ്റിക്കാമെങ്കിൽ, നീ കടന്നു ചെല്ലുന്ന നിരവധി വലിയ ജാതികളായിരിക്കുന്ന വെള്ളമുണ്ട്. പെരുവെള്ളമുണ്ട്. അവിടെ വെള്ളമെന്നേ പറഞ്ഞല്ലോ, പെരുവെള്ളം പിന്നീട് വെളിപ്പാട് കാണാൻ സാധിക്കുന്നത്. ഇസ്രായേൽ കടന്നു പോയത് വെള്ളത്തിലൂടെയാണ്. ജാതികളെ ഏകദേശം 9 ജാതികളെ ഒടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ഈ ജാതികളിലൂടെ കടക്കുമ്പോൾ ജാതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, ജാതികൾ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. അമോലേക്കിന്റെ കൂടെ പോയില്ലേ, അതിന്റെ ദേശത്തോടെ പോയില്ലേ? അങ്ങനെ പെരിസ്യർ, ഹിത്യർ, മോവാബിയർ, അമ്മോന്യർ, അങ്ങനെ ഇവർ കടന്നുപോയ ഓരോ ദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അതിനെ കണ്ടത് വെള്ളമായിട്ടാണ് കണ്ടത്. ഓരോ ജാതികളെ ദൈവം കണ്ടത് വെള്ളമായിട്ടാണ്. നമ്മൾ പലപ്പോഴും ചെങ്കടലും അതുപോലെ യോർദാനും കൊണ്ട് നിൽക്കുന്ന ഒരു പഠിപ്പിക്കലും ചിന്തയാണ് നമുക്കുള്ളത്. എന്നാൽ ദൈവം പറഞ്ഞ, അത് ഞാൻ ഉണ്ടാക്കിയ സൃഷ്ടിയാണ്, അതിന് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനെ മാത്രമല്ല, ഞാൻ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യനിൽ നിന്ന് എന്നെ വിട്ടുപോയ ജാതികളെ ദൈവം വെള്ളമായിട്ടാണ് അവിടെ കണ്ടത്. വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ നിന്നോട് കൂടെ ഞാൻ ഇരിക്കും. കർത്താവ് പറഞ്ഞു, നീ എവിടെ പോയാലും, നീ ഏത് ജാതിയുടെ മധ്യയോടെ പോയാലും, കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ 2ാമത്തെ പ്രധാനപ്പെട്ട ഭാഗം, എന്താണ് ഈ നദികൾ എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ചിന്തിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ എന്താണ് നദികൾ എന്നുള്ളത്? വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണം നദികൾ എന്താണെന്നുള്ളത്. ഇപ്പൊ ഞാനിവിടെ ദൈവവിയാൽ വെള്ളം എന്നുള്ള ജാതികളാണെന്ന് വെളിപ്പെടുത്തി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നദികൾക്കും ഒരു വ്യാഖ്യാനാർത്ഥമുണ്ടല്ലോ. നദികളിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. എന്താണ് ഈ നദികൾ? മുക്കിക്കളയുന്ന നദികൾ എന്താണ്? നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ നീ നദിയിൽ കിടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്നെ മുക്കിക്കളയുകയില്ല. എന്താണ് മുക്കിക്കളയുന്ന നദികൾ? എന്താണ്? ഇസ്രായേലിനുള്ള ബന്ധത്തിൽ, വിശ്വാസികളുടെ ബന്ധത്തിൽ, ദൈവമക്കളുടെ ബന്ധത്തിൽ എന്താണ് ഈ നദികൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ അർത്ഥതലത്തിൽ വ്യാഖ്യാനിക്കേണ്ടതാണ്. ഇപ്പോൾ എന്തായിരിക്കാം ഈ നമ്മെ മുക്കിക്കളയുന്ന നദികൾ? എന്തായിരിക്കാം? അതിന് വചനപരമായിട്ടുള്ള തെളിവ് എന്താണുള്ളത്? എങ്ങനെ നമ്മൾ അതിനെ ചിന്തിക്കും എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുന്നത്. ആർക്കെങ്കിലും അതിൻ്റെ വചനപരമായിട്ടുള്ള തെളിവോടുകൂടി ഈ വിഷയം അറിയാമെങ്കിൽ ഓർമ്മപ്പെടുത്തുക. അതല്ലെങ്കിൽ ദൈവത്തിൽ പതിക്കുന്ന നദികൾ
ഈ മുക്കിക്കളയുന്ന നദികൾ എന്താണെന്നുള്ളത് ഒരൊറ്റ സെന്റൻസിൽ ഞാൻ വായിച്ചു വേഗത്തിൽ അത് വെളിപ്പെടുത്തുമ്പോൾ പിന്നെ ഒരിക്കലും അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറന്നു പോകത്തില്ല. എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വാക്കിന്റെ അർത്ഥമെന്നുള്ളത് ജീവിതത്തിൽ ഒരു നാളും മറന്നു പോകാതെ അത് ഹൃദയത്തിന്റെ അകത്ത് കോറിയിടത്തക്കവണ്ണം ഒരു വചനം ഞാൻ വായിക്കാം. കാരണം അത് വായിച്ചു കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും മറന്നു പോകത്തില്ല. കാരണം നമ്മെ പലപ്പോഴും മുക്കിക്കളയുവാൻ പരിശ്രമിക്കുന്നത് ആ നദികളാണ്. ആ നദി പോലെ നമ്മെ മുക്കിക്കളയുവാൻ വേണ്ടി ശ്രമിക്കുന്ന അതെന്താകുന്നു എന്നുള്ളത് നമുക്ക് വായിക്കുമ്പോൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ച് ആ നമ്മളെ മുക്കിക്കളയുന്ന നദി ഏതാണ് എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ കർത്താവ് ശരണപ്പെടുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നാം വായിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അപ്പോൾ നമ്മെ മുക്കിക്കളയുന്നത് അതിദുഃഖമാണ്. അപ്പോൾ ദുഃഖമാണ് ഒരു മനുഷ്യനെ മുക്കിക്കളയുന്ന നദിയായി ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിദുഃഖമായി, ദുഃഖം വരും അതിനുശേഷമായി അത് അതിദുഃഖമായി തീർന്നു കഴിയുമ്പോൾ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്കായി തീരും എന്ന് പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുന്ന രാത്രിയിൽ ഇനി മറന്നു പോകത്തില്ലല്ലോ. നദികളെന്ന് യെശയ്യാവിന്റെ പ്രവചനത്തിൽ പ്രവചിച്ചിരിക്കുന്ന പ്രവചനത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ ജീവിതത്തിൽ നാം ഓർമ്മ വെച്ച നാളുകൾ മുതൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ദുഃഖത്തിന്റെ നദികൾ നമ്മെ മുക്കിക്കളയാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഉയർന്നു വന്നപ്പോൾ ഇന്ന് വരെയും മുങ്ങിപ്പോകാതെ തീർന്നു പോകാതെ കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരുതൽ കൊണ്ടാ പറഞ്ഞത്, നദി നിന്റെ മീതെ കവിയുകയില്ല എന്ന് ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത്. ഓർമ്മ വെച്ച നാൾ മുതൽ ദുഃഖങ്ങളില്ലേ? ഉണ്ട്. അനേകരെ ദുഃഖത്തിന്റെ നദിയിൽ അനേകര് മുങ്ങിപ്പോയപ്പോൾ, പ്രിയപ്പെട്ടവരെ, മുങ്ങിപ്പോകാതെ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, നീ മുങ്ങിപ്പോകത്തില്ല, നിനക്ക് ദുഃഖമുണ്ടാകും, പ്രയാസമുണ്ടാകും. അവന്റെ ജീവിതം അങ്ങനെയല്ലേ? യാക്കോബിന്റെ ജീവിതം എടുത്ത് പഠിച്ചാൽ, ഇസ്രായേലിന്റെ ജീവിതം എടുത്ത് പഠിച്ചാൽ അവരുടെ ജീവിതത്തിൽ ദുഃഖമാണ്, അതിദുഃഖമാണ്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഇവർ മുങ്ങിപ്പോകുമോ, തീർന്നു പോകുമോ, ഇല്ലാതായിത്തീരുമോ എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചവനായിരുന്നു യാക്കോബ്, ഇസ്രായേൽ. യാക്കോബിനെ അറിയാം. അവൻ യാബോക്കിന്റെ ആ കടവിലിരുന്ന അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ വെള്ളമായിരുന്നില്ല അവന് വിഷമമായിരുന്നത്. അതിലവൻ മുങ്ങിപ്പോകുമോ എന്ന് പേടിച്ചല്ല അവൻ അവിടെ ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്നത്. ആണോ? അല്ല. യാബോക്കിന്റെ ആ കടവിലിരിക്കുമ്പോൾ അവന്റെ മുമ്പിൽ കൂടി ഒഴുകുന്ന ആ നദി അവന് കുറുകെ കടക്കാവുന്നതാ. അവൻ കടന്നു. അവിടെ കുറെ ആൾക്കാരെ കൊണ്ടുയാക്കി. അതിനുശേഷം തിരിച്ചു വന്ന് അവനോട് ഏകനായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. കാരണം ഇതവനെ മുക്കിക്കളയത്തില്ല. പക്ഷേ അവന്റെ ഹൃദയത്തിലെ ഭയം, പേടി, വല്ലാത്ത ദുഃഖം അവനെ മുക്കിക്കളയുമോ എന്ന് പേടിച്ചാണ് അവൻ അവിടെ ഇരുന്ന് കരയുന്നത്. ദൈവം അത്തരം സന്ദർഭങ്ങളിൽ ഇറങ്ങി വരും. നീ മുങ്ങിപ്പോകുമെന്ന് കാണുമ്പോൾ, നീ അതിദുഃഖത്തിൽ നീ ഇല്ലാതായി തീരും എന്നുള്ള ഒരവസ്ഥ വരുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിനായി ഇന്ന് രാത്രിയിൽ എല്ലാവരും കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ, നമ്മെ മുക്കിക്കളയുവാൻ, ഇല്ലാതാക്കി കളയുവാൻ, തലമുറകളെ മുടിച്ചു കളയുവാൻ, ജീവിതങ്ങളെ ഇല്ലാതാക്കി കളയുവാൻ, വിവിധ വിഷയങ്ങളിട്ട് നമ്മെ മുക്കിക്കളയുവാൻ, ഒന്നിനു പുറകെ ഒന്നായി വിഷയങ്ങൾ വന്ന് അതിദുഃഖമായി തീർന്നിരിക്കുന്ന പല വിഷയങ്ങളിൽ മേലും ഇന്ന് ഞാനും നിങ്ങളും നിലനിൽക്കുന്നത് ഈ കർത്താവിന്റെ വചനമുള്ളത് കൊണ്ടാ. നദികൾ നിന്റെ മീതെ കവിയുകയില്ല. അല്ലെ? ഇന്ന് രാത്രിയിൽ ഈ സാക്ഷ്യമല്ലേ നമുക്ക് പറയാനുള്ളത്?
കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എനിക്ക് വളരെ ദുഃഖവും പ്രയാസഭാരവും ഒക്കെ ആയിരുന്നു. അല്ലെ, നമ്മുടെ സാക്ഷാതല്ലേ? നിരോഗമായിരുന്നു, കടഭാരമായിരുന്നു, ദുഃഖമായിരുന്നു, മക്കളെ കുറിച്ച് വിഷയമുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം വന്നപ്പോൾ സന്തോഷിച്ചെന്നല്ല പറഞ്ഞത്, ഞാൻ ദുഃഖിച്ചു, ദൈവസന്നിധിയിൽ കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അല്ലെ, ദൈവം മുങ്ങിപ്പോകാതെ എന്റെ ദുഃഖത്തിന് പരിഹാരം തന്നു. നീ ഈ വിഷയങ്ങൾ മറന്നു പോകുമോ? യശയാവിന്റെ ബലത്തിൽ പതയ്ക്കുന്ന നദികൾ എന്താണെന്ന് മനസ്സിലായല്ലോ, മറന്നു പോകത്തില്ലല്ലോ. അതെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പലപ്പോഴും പല വചനങ്ങളും വായിക്കുമ്പോൾ അതിന്റെ ആഴം മനസ്സിലാകത്തില്ല, അതിന്റെ അർത്ഥം നമുക്ക് പലപ്പോഴും മനസ്സിലാകത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ പച്ചയായ സത്യങ്ങളെയാണ് ഇതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓരോന്നും നമ്മളുള്ള മനുഷ്യമുള്ള ജീവിതത്തിന്റെ വിഷയങ്ങളാ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കൺമുമ്പിൽ പലപ്പോഴും മറഞ്ഞിരിക്കും. ദുഃഖിക്കാത്ത ആരെങ്കിലും സന്ദേശം കേൾക്കുന്നുണ്ടോ? രാത്രിയിൽ ജീവിതത്തിൽ ഒരു ദുഃഖം പോലും അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രാത്രിയിൽ അവിടുന്ന് കരമുയർത്താൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മിക്കുവാൻ കഴിവുള്ള, ആ നാൾ മുതൽ ഓർക്കുവാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ലോകത്തിലുണ്ടെങ്കിൽ അവന്റെ എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖത്തിന്റെ നാളുകൾ ഉണ്ടായിട്ടുണ്ട്, ദുഃഖത്തിന്റെ നദികൾ പൊങ്ങിയിട്ടുണ്ട്. എന്നാൽ ലോകം മുഴുവൻ ദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട്, കരുണ കൊണ്ടുമാണ്. പ്രത്യേക യാക്കോബിനെ നോക്കി പറഞ്ഞു, ഇസ്രായേലിനെ നോക്കി പറഞ്ഞു, നീ വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്, നീ വലിയ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് രാത്രി ദൈവാത്മാവ് നമ്മോട് ദൂതറിയിക്കുകയാണ്. നദികൾ നമ്മുടെ പ്രാണന് മീതെ കവിയുവാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ തലയ്ക്ക് മീതെ കവിഞ്ഞു വരാതിരിക്കുവാൻ വേണ്ടി അതിനെ, ആ ഒഴുക്കത്തെ, ആ പ്രവാഹത്തെ അതിനെ തടഞ്ഞു നിർത്തി അതിന് കവിയുവാൻ പാടില്ല എന്ന ദൈവത്തിന്റെ ആജ്ഞ പുറപ്പെടുവിക്കുന്ന ഒരു രാത്രിയാണെന്ന് മുക്കിക്കളയുവാൻ വേണ്ടി അതിദുഃഖത്തിൽ മുങ്ങി നിരാശയിൽപ്പെട്ടുപോയി ഒരിക്കലും ഉയരത്തില്ലാത്ത വിധത്തിൽ മുങ്ങിപ്പോകുന്ന, ദുഃഖക്കയത്തിൽ മുക്കിക്കൊല്ലുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന അന്ധകാര മണ്ഡലത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി ശാസിക്കുകയാണ്. അതുമേൽ ജയമെടുക്കുകയാണ്. ഇത് രാത്രി ജയമെടുക്കുകയാണ്. ആ ദുഃഖക്കയത്തിൽ മുക്കിക്കൊല്ലുവാൻ അവൻ പരിശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ വാക്തത്വം പറയുക, അതേ, കയത്തിൽപ്പെട്ടവരാരും വെളിയിൽ വന്നിട്ടില്ല. എന്നാൽ എത്ര കയത്തിൽ എത്ര പ്രാവശ്യം ചുഴന്ന് അകത്തേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുമ്പോഴും ഉയരത്തിലേക്ക് പൊക്കുന്ന ഒരു ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദേശത്തിൽ നിൽക്കുന്ന ദൈവമക്കളെ, സഭകളെ ശത്രു പല വിധത്തിൽ പലതും അഴിച്ചുവിട്ട് ദുഃഖത്തിന്റെ കയമുണ്ടാക്കി ആ ചുഴിയിൽപ്പെട്ട് പലപ്പോഴും കറങ്ങിത്തിരിഞ്ഞ് അതെ തീർന്നു പോയി എന്ന് വല്ലാതെ കഷ്ടപ്പെട്ട സമയങ്ങളിൽ നാം അറിയാതെ ദൈവത്തിന്റെ അത്യന്തമായ ഉയർപ്പിന്റെ ശക്തി നമ്മെ വെളിയിൽ കൊണ്ടുവന്നതുപോലെ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ചില കുടുംബങ്ങളെ, വ്യക്തികളെ വെളിയിൽ കൊണ്ടുവരാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ വല്ലാത്ത ദുഃഖത്തിന്റെ ഭാരം കയറുന്ന, വല്ലാത്ത ദുഃഖത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന ആ ജീവിതം കൊണ്ട് രാത്രി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. വർഷങ്ങളായി നിന്നെ ചുഴറ്റിക്കൊണ്ടിരിക്കുന്ന, ചുഴലിയായിരിക്കുന്ന ദുഃഖത്തിന്റെ കയത്തിൽ നിന്ന് ദൈവാത്മാവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ആ ശക്തി നിന്നെ വെളിയിൽ കൊണ്ടുവരും. ദൈവാത്മാവ് പറയും, നിന്നെ മുക്കിക്കളയുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ജീവൻ തന്ന് വിലയ്ക്ക് വാങ്ങിയ യേശുവിന്റെ വചനത്തിനായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇതിനപ്പുറമായൊരു ദൂത് ഇന്ന് രാത്രിയിൽ എനിക്ക് എടുക്കണമെന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി നമ്മളോട് സംസാരിക്കുന്നത്, നദികൾ നിന്റെ മീതെ കവിയുവാൻ ദൈവം സമ്മതിക്കുക. നമ്മൾ പാടാറുണ്ട്, നാം പാട്ട് പാടാറുണ്ട്. ഈ പാട്ടൊക്കെ പാടുമ്പോൾ അതിന്റെ ആഴം എന്താണെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കി കാണത്തില്ല. എന്നാൽ രാത്രി ദൈവാത്മാവ് വരച്ചു കാണിക്കുക, എടുത്തു കാണിക്കുക. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. അങ്ങനെ വല്ലാത്ത ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുമ്പോഴാണ് ഒരു പാട്ടിന്റെ ഈരടി വരുന്നത്, ഒരു ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വരുന്നത്, ഒരു ആശ്വാസത്തിന്റെ ദർശനം വരുന്നത്, ഒരു സ്വപ്നം വരുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിക്കുന്നത്, ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുന്നത്,
ഒരാശ്വാസത്തിന്റെ വാക്ക് വരുന്നത് ആ സമയത്ത് ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുമ്പോൾ നിന്നെയും എന്നെയും മുക്കാൻ വേണ്ടി അവൻ നോക്കിക്കൊണ്ടിരുന്ന കയത്തിൽ നിന്ന് ആ ഒരൊറ്റ വാക്ക് മതി. ഒരാശ്വാസത്തിന്റെ വാക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ വരുമ്പോൾ നാം ഞൊടിയിടയ്ക്കുള്ളിൽ അവന്റെ തന്ത്രങ്ങളിൽ നിന്ന്, സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് നമ്മെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അന്ധകാരത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വെളിയിൽ കൊണ്ടുവരും. അതാണ് കർത്താവ് പറഞ്ഞത്, അവൻ നിന്നെ മുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ നിനക്ക് ജയം നൽകും. നമുക്ക് ലേഖനം മുഴുവൻ പഠിക്കാമെങ്കിൽ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട സന്ദേശം ജയം നൽകുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന്. അതിന്റെ 2 കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ പറഞ്ഞത് തോൽപ്പിക്കുന്ന സാത്താനെ കുറിച്ചാണ്. ഒന്ന് ജയം നൽകുന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് വിപരീതമായി ദുഃഖിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന, പ്രത്യാശയിലാക്കി കളയുന്ന, നമ്മുടെ ജയത്തെ പരാജയമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സാത്താനെ കുറിച്ചാണ് 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യം വെളിപ്പാട് പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ അകത്ത് സാത്താന്റെ തന്ത്രങ്ങൾ അതൊക്കെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് 2 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളെ ആസ്പദമാക്കി ദൈവസഭകളുടെ ബന്ധത്തിൽ സാത്താന്റെ തന്ത്രങ്ങൾ 70 തന്ത്രങ്ങളെ കുറിച്ച് അത് പഠിപ്പിച്ചിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ജയം നൽകുന്ന ദൈവം എന്തിനാണ് നമുക്ക് ജയം നൽകുന്നത്? നമുക്കറിയാം, അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ വരവെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ ആത്മാവിന്റെ, നമ്മുടെ ജീവന്റെ വീണ്ടെടുപ്പ് നടക്കുമെന്നതിനെ കുറിച്ച്, പുനരുത്ഥാനത്തെ കുറിച്ചുള്ള കാര്യമായ കാര്യങ്ങളെ പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് ആ വാക്തത്വമുണ്ട്, അത് നമുക്ക് വേണ്ടിയുള്ളതാണ്, എന്നാൽ തോൽപ്പിക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കും. എനിക്ക് വളരെ വിഷമത തോന്നുന്ന സഭകളുടെ ചില അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവസഭകൾക്കകത്ത് വഴക്കും ഭിന്നതകളും കുഞ്ഞുങ്ങളുടെ നിലവിളിയൊക്കെ കേൾക്കുമ്പോൾ വളരെ വേദന ഉണ്ടാകാറുണ്ട്. ഞാനത് കാണാതെ ഞാൻ മാറ്റിവിട്ടു. എനിക്ക് വളരെ വിഷമം തോന്നി. അത് സഭയ്ക്കകത്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് വേദനയും കരച്ചിലും ഉണ്ടാകുന്നു. ആരാധിക്കാൻ കൂടി വരുന്ന സ്ഥലങ്ങൾ ദുഃഖത്തിന്റെ കയങ്ങളായി മാറ്റരുത് പ്രിയപ്പെട്ടവര്. ഞാനും നിങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിപ്പാൻ വേണ്ടി വരുന്നവരാണ്. അതൊരിക്കലും, ആ സ്ഥലങ്ങൾ ഒരിക്കലും അത് ഒരാൾ മുഖാന്തരമായും ദുഃഖത്തിന്റെ നദിയാക്കി മാറ്റാൻ പാടില്ല. ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തി ജീവിതങ്ങളും സന്തോഷമുള്ളവരായി തീരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ കുടുംബത്തിൽ ഒരു ദുഃഖത്തിന്റെ നദിയായി മാറാൻ പാടില്ല. അതെ പ്രിയപ്പെട്ടവരെ, നാം ആനന്ദ നദിയിൽപ്പെട്ടവരാ, പരിശുദ്ധാത്മാവുള്ളവരാ. ഇങ്ങനെയല്ലേ നമ്മളെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് സങ്കീർത്തനങ്ങൾ പഠിക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം. അത് ആനന്ദ നദിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 36-ാം അധ്യായം 8-ാം വാക്യത്തിലും 46-ാം അധ്യായം 4-ാം വാക്യത്തിലും 45-ാം അധ്യായം 7-ാം വാക്യത്തിലും ഒക്കെ നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്ന ആനന്ദ തൈലം കൊണ്ടാണെന്നും ഒരു നദി ഉണ്ടെന്നും അത് ആനന്ദ നദിയാണ് നമ്മെ കുടിപ്പിക്കുന്നൊക്കെ ദൈവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആനന്ദത്തിന്റെ നദിയിൽ നിന്ന് കുടിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സാത്താന്റെ പിണയാളാണെങ്കിൽ അത് മുഖാന്തരമായി എത്രയോ കുടുംബങ്ങളിലാ ഈ മുക്കിക്കളയുന്ന നദി ആവരിക്കുന്നത്. എന്നാൽ ആനന്ദിപ്പിക്കുന്ന നദി ദൈവാത്മാവുള്ള കുടുംബങ്ങളിലുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, അത് എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ആനന്ദത്തിന്റെ അഭിഷേകമാ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതാ, മറ്റുള്ളവർക്ക് ആനന്ദമായിട്ടിരുന്നതാ. അതിനെയാണ് മുന്തിരിവള്ളിയുടെ അനുഭവം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? മുന്തിരിവള്ളിയുടെ പ്രത്യേകം പറഞ്ഞതാണ്, മനുഷ്യനെയും ദൈവത്തെയും ആനന്ദിപ്പിക്കുന്ന ാണ് മുന്തിരിവള്ളി. ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നാം ഒരു സന്തോഷമായിരിക്കണം, ആനന്ദമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, എന്നോടും നിങ്ങളോടും ആരെങ്കിലും സംസാരിച്ചു കഴിയുമ്പോൾ അവരെ മുക്കിക്കളയുന്നവരാകരുത്. അവരെ ആ മുങ്ങിക്കിടക്കുന്ന വിഷയത്തിൽ നിന്ന് അവരെ വെളിയിൽ കൊണ്ടുവരുവാൻ ആശ്വാസദായകമായ
അഭിഷേകത്തിന് നിറവിലുള്ള ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നവരായിരിക്കണം ദൈവമാണ്. അതിനുവേണ്ടിയാ ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അനേക ദുഃഖത്തിന്റെ കയത്തിലായിരിക്കുമ്പോൾ ആ ദുഃഖിക്കുന്നതോടുകൂടെ ദുഃഖിക്കുവാൻ, അവരോടുകൂടെ ചേർന്ന് നിൽക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്കൊരാശ്വാസമായി തീരുവാൻ കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നു. 36-8 പറയുന്നത്, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. ഈ ആനന്ദ നദിയിൽ നിന്ന് കുടിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ കഴിയത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുമ്പോൾ കൊരിന്ത്യ സഭയുടെ വളരെ ദുഃഖകരമായിരിക്കുന്ന ആ സഭയോടുള്ള ബന്ധത്തിൽ അവിടെ താൻ കടന്നു ചെന്ന് അവിടെ ഉണ്ടായിരിക്കുന്ന അവസ്ഥകൾ എടുത്ത് കാണിച്ചിട്ട് അവിടെ ദുഃഖമുണ്ടായി, പ്രയാസമുണ്ടായി എന്ന് മാത്രമല്ല, ദുഃഖം ഉണ്ടായത് കേട്ടോ, അന്നും ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്കും ഇന്നൊക്കെയാണ് ഈ വിഷയം ഉണ്ടാകുന്നത്, നേരത്തെ ഒന്നുമില്ലെന്ന്. അങ്ങനെയല്ല. സഭ കൂടി വന്നോ മനുഷ്യനാണോ, എല്ലാവരും വിചാരിക്കുന്ന പോലെ എന്നും 100% സന്തോഷത്തിലൊന്നും പോയ ഒറ്റ സഭകളുമില്ല. എവിടെയെങ്കിലുമൊക്കെ ദുഃഖമുണ്ടായിരിക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പബ്ലിസിറ്റി കൂടുതലാണ്. നമ്മുടെ ദോഷവശങ്ങൾ, തിന്മകളൊക്കെ വേഗത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇത് സഭയുണ്ടായ അന്ന് മുതൽ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കും എന്നുള്ളത് കണ്ടുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ സഭകൾക്ക് ദൂത് എഴുതിയപ്പോൾ പറഞ്ഞത്. 2-ാം അധ്യായം അതിൻ്റെ മുഴുവനും 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ എൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഞാൻ പറയാം. ഇത് കുടുംബ ബന്ധത്തോടുള്ള ബന്ധത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സഭയോടുള്ള ബന്ധത്തിലും നാം എടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. അത് നമുക്ക് ക്രിസ്തുവിൻ്റെ അതേ പ്രതിബിംബമായി നാം മാറേണ്ടവരല്ലേ? അവന്റെ കണ്ണാടിയായി നാം അവനെ പ്രദർശിപ്പിക്കേണ്ടവരല്ലേ? അതല്ലേ ദൈവം നമ്മളെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ ദൈവത്തിന്റെ വചനം നമ്മളെ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ നമ്മളിൽ ക്രിസ്തുവിനെ കാണണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ ആഗ്രഹം അതാണ്. എത്ര പേർക്കിന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ കഴിയും, കർത്താവേ എന്നെ ഒരു അങ്ങയുടെ കണ്ണാടിയാക്കി മാറ്റണമേ, ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുവാൻ. അല്ലേ? നമ്മളെ കർത്താവ് വചനമാകുന്ന കണ്ണാടി പോലെയാക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ഞാൻ ഈ വചനങ്ങളൊക്കെ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഓടി വന്നതാണ്. രാവിലെ മുതൽ ഈ വചനം എന്നെ സ്പർശിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ണാടി പോലെ എന്നുള്ള വിഷയം എന്നെ വല്ലാതെ സ്പർശിക്കുന്നുണ്ടായിരുന്നു. അത് ഈ ലേഖനത്തെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 3-ാം അധ്യായം 18-ാമത്തെ വാക്യം, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. മൂടുപടം നീങ്ങണം. ഒരുപാട് മൂടുപടങ്ങളുള്ളവനാ മനുഷ്യൻ. കർത്താവ് പറഞ്ഞു, ദൈവം മനുഷ്യൻ നേരിടുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേക സൂത്രങ്ങളെ കണ്ടുപിടിക്കും. മൂടുപടങ്ങൾ ഇട്ടവനാണ് മനുഷ്യൻ. മൂടുപടത്തിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് മൂടുപടമില്ലാത്ത ഒരു ജീവിതമായിരിക്കണം ക്രിസ്തീയ ജീവിതം. അല്ലേ? മൂടുപടം നീങ്ങണം. പഴയ നിയമത്തിൽ മൂടുപടം ഉണ്ടായിരുന്നു. അവർക്ക് പൂർണ്ണമായിട്ടുള്ള നീതിഗണം പ്രാപിക്കാൻ കഴിയാതിരുന്നുകൊണ്ട് ആ മൂടുപടം നീങ്ങിപ്പോയില്ല. പറഞ്ഞാൽ ആടുകളുടെയും കാളകളുടെയും രക്തം കൊണ്ട് പാപത്തിന് പരിഹാരം ഉണ്ടാകാതിരുന്നത് കൊണ്ട് മോശയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്തവണ്ണം ജനം പേടിക്കത്തക്കവണ്ണം അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മൂടുപടം ഇട്ടു. ഇത് പൂർണ്ണമായിരിക്കുന്ന ഒരു നീതിഗണം സംഭവിക്കാത്തതുകൊണ്ട് അത് നിന്നെ നോക്കാൻ ആർക്കും കഴിയത്തില്ല. മൂടുപടം മോശയുടെ മുഖത്തിടാൻ അത് കാണിച്ചിരിക്കുന്നത് അവന്റെ മുഖത്തെ ത്വക്ക് പ്രകാശിച്ചുള്ളൂ, അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കാണിക്കുന്നത്.
എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം അവന്റെ മുഴുവനായിരിക്കുന്ന പ്രതിബിംബത്തെ വെളിപ്പെടുത്തുന്നവരാ. യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് മൂടുപടമില്ലാതെ ജീവിച്ചൊരു വ്യക്തി ഉണ്ടെങ്കിൽ എന്റെ നസായൻ മാത്രമേ ഉള്ളൂ. ഇന്ന് ലോകത്തിലെ ഏത് മനുഷ്യനെടുത്ത് പഠിച്ചാലും ഞാൻ ചോദിക്കട്ടെ, മൂടുപടമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ലോകത്തിലുണ്ടോ? നാം എല്ലാവരും പല മൂടുപടങ്ങൾ ഇടുന്നവരാ. പലപ്പോഴും ചിരിക്കുന്ന മൂടുപടം നാം ഇടാറുണ്ട്. അതെ, എന്നാൽ ഹൃദയത്തിന്റെ അകത്ത് നമുക്ക് ഒരുപക്ഷെ ദുഃഖത്തിന്റെ സമയമായിരിക്കാം. നാം അപ്പോഴും ആരും അറിയാതെ ഒരു മൂടുപടം ഇടാറുണ്ട്, ഞാൻ സന്തോഷമുള്ളവനാണ്. അങ്ങനെ നിരവധി മൂടുപടങ്ങൾ ഇടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ കപടതയുടെ മൂടുപടങ്ങളൊന്നുമില്ലാതെ യഥാർത്ഥമായ ഒരു ജീവിതത്തെ പ്രദർശിപ്പിച്ച് നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്നത് നസയൻ മാത്രമാണ്. രാത്രിയിലും അവന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നാമും അവനെ പോലെ ആകുവാൻ കർത്താവ് ആഗ്രഹിക്കുക. മൂടുപടം നീങ്ങിപ്പോകണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മൂടുപടങ്ങളും മാറി നാം കർത്താവിനെ കണ്ണാടി പോലെ പ്രദർശിപ്പിക്കുന്ന തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളൊരു ചേർക്കാനാണ് യേശു കർത്താവ് വേഗത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സഭയോടുള്ള ബന്ധത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, അവിടെ ഒരുവൻ വല്ലാതെ വിഷമതയുണ്ടാക്കിയപ്പോൾ അവനെ എല്ലാവരും കൂടി ദുഃഖിപ്പിച്ചെന്ന് പറഞ്ഞു. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവന് എന്നെയല്ല ഒരു വിധത്തിൽ ഞാൻ കണക്കിൽ ഏറെ പറയരുതല്ലോ, നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. പക്ഷെ അന്ന് ഒരൊറ്റ ആളെ പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. പക്ഷെ ഇന്ന് കൂട്ടത്തല്ല. വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. 1-ാം നൂറ്റാണ്ടിലെ കൊരിന്ത്യ സഭയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുത്തൻ ദുഃഖമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി. പക്ഷെ ഇന്ന് വന്ന് സഭ എടുക്കപ്പെടാനുള്ള സമയമായപ്പോഴത്തേക്ക് ഈ ഒരുത്തൻ മാത്രമല്ല, എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു വല്ലാത്തമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പലതും പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളതേക്കുറിച്ച് എന്താണ് നമുക്ക് ചിന്തിക്കേണ്ടത്? അത് ഒരുത്തൻ എന്നാ പറഞ്ഞിരിക്കുന്നത്, ഏകദാന സഭ വഹിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ച് ഒരാൾ ദുഃഖമുണ്ടാക്കിയാൽ അത് എല്ലാവർക്കും ദുഃഖമാണ്. പക്ഷേ എല്ലാവരും കൂടെ ദുഃഖമുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ വിചാരിക്കുന്നത് അത് അവിടെ ഒരു സ്ഥിരം പല്ലവിയാണ്. അവർക്ക് ദുഃഖം അത് എന്താണെന്ന് അറിയത്തില്ലായിരിക്കുക, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഇടർച്ച എന്താണെന്ന് അറിയത്തില്ലായിരിക്കുക. വളരെ ശ്രദ്ധിക്കണം. അപ്പം ഒരുവൻ ദുഃഖമുണ്ടാക്കിയാൽ അതെല്ലാവർക്കും ബാധിക്കും. കുടുംബജീവിതത്തിലും അത് തന്നെയാണ്. ഞാൻ ദുഃഖമുണ്ടാക്കുന്ന ഒരു നദിയാണെങ്കിൽ എന്നിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളും എൻ്റെ പ്രവൃത്തികളും ചെയ്തികളുമെല്ലാം ദുഃഖത്തിൻ്റെതാണെങ്കിൽ, ദുഃഖിപ്പിക്കുന്നതാണെങ്കിൽ അത് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ദുഃഖമായിരിക്കും. ഞാൻ സഭയിൽ ഒരു പ്രശ്നക്കാരനാണെങ്കിൽ ഞാൻ മുഖാന്തരമായി ആ സഭയിലുള്ള എല്ലാവർക്കും ദുഃഖമുണ്ടാകും. നദി അവിടെ പൊങ്ങുകയാണ്. നദി എവിടെ ഉണ്ടാകുക? ദുഃഖത്തിന്റെ നദി എവിടെ ഉണ്ടാകുക? ഇങ്ങനെ ഈ നദി അങ്ങ് പൊങ്ങാൻ തുടങ്ങി, കുടുംബത്തിൽ പ്രശ്നമുണ്ടാകാൻ തുടങ്ങി, ദുഃഖത്തിന്റെ നദി പൊങ്ങാൻ തുടങ്ങി. കാരണം എന്താ? ഒരാളുടെ പ്രവൃത്തി അവൻ അരുതാത്ത് ചെയ്യുന്ന മുഖാന്തരമായി അത് സഭയിൽ ദൈവദാസന്മാർക്ക് ദുഃഖം, മറ്റുള്ളവർക്ക് ദുഃഖം വന്ന് വല്ലാതെയായി, നദി പോലെയായി അത് മുങ്ങിപ്പോകുന്നൊരവസ്ഥ വന്നപ്പോൾ അവിടെ ഇടപെട്ടു എന്നാണ് പറയുന്നത്. കുടുംബങ്ങൾക്കകത്തും ഒരു പ്രശ്നം ഒരാൾ ദുഃഖമാക്കി ഉണ്ടാക്കിയാൽ അത് മുങ്ങിപ്പോകുന്ന വിധത്തിലേക്ക് അത് ഉയർന്നു വരാം എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവന് ഭൂരിപക്ഷത്താലുണ്ടായ ഈ ശിക്ഷ മതി, അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞത് കഥ. എന്നിട്ട് അവിടെ പറയുകയാണ്, എല്ലാവർക്കും ദുഃഖമുണ്ടായി. അതുകൊണ്ട് നമ്മളെല്ലാം കൂടി വളഞ്ഞിട്ട് അവനെ ഇനി ബുദ്ധിമുട്ടിക്കാൻ പോയാൽ അവൻ എന്ത് ചെയ്യും? അതിദുഃഖത്തിൽ മുങ്ങിപ്പോകും. അതുകൊണ്ട് ഈ തെറ്റ് ചെയ്തവനാണെങ്കിൽ പോലും അവനെ പോലും അതിയായി ദുഃഖിപ്പിക്കരുത്, അവൻ മുങ്ങിപ്പോകുവാൻ ഞാൻ നിങ്ങൾ കാരണക്കാരാകരുത് എന്നാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞുതരാം,
തെറ്റ് ചെയ്തിട്ട് നാം ദുഃഖിക്കേണ്ട അവസ്ഥ വരുമ്പോൾ, ദുഃഖത്തിന്റെ അവസ്ഥ വരുമ്പോൾ, അത് അത് മുഖാന്തരമായി അത് എല്ലാവരും കൂടി ഒരുവനെതിരെ നിന്നു കഴിഞ്ഞാൽ അവൻ ഒറ്റപ്പെട്ടവനായി ആദ്യ ദുഃഖത്തിൽ മുങ്ങിപ്പോകും. അങ്ങനെ മുങ്ങിപ്പോയാൽ അവൻ ആദ്യ ദുഃഖത്തിൽ ആയി പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇവിടെ പറയുകയാണ്, മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവരോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. എങ്ങനെയാണ് ഈ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുവാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ്? എല്ലാവരും കൂടി അവനെ വളഞ്ഞിട്ട് നീ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് അവനെ ബഹിഷ്കരിക്കുവാൻ എളുപ്പമാണ്. പക്ഷെ പൗലോസ് പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, അത് അവൻ മുങ്ങിപ്പോകുവാൻ ഇടയായിത്തീരും. നമുക്കൊക്കെ ദുഃഖമുണ്ടായി, അത് നല്ലതാണ്, നല്ലതിന് വേണ്ടി ചിന്തിപ്പാൻ ഇടയാത്തീരുന്നല്ലോ. എന്നാൽ ഇത് അനുഭവിച്ച, ഇതിന് കാരണക്കാരായി തീർന്നവൻ അവൻ തെറ്റുകാരനാണെങ്കിൽ പോലും അവനെ അധികമായി ദുഃഖിപ്പിച്ചാൽ, അവനെ വിഷമിപ്പിച്ചാൽ അവൻ അതിൽ മുങ്ങിപ്പോകും. അതുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ നദിയാണ് നമ്മളിൽ ഉള്ളത്. അതുകൊണ്ട് തെറ്റ് ചെയ്ത് ഒരാൾ ആണെങ്കിൽ പോലും അവനും ഈ ദുഃഖത്തിന്റെ കയത്തിൽ നമ്മൾ മുഖാന്തരം മുങ്ങിപ്പോകരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൂത് മനസ്സായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശദീകരിക്കാം. നമുക്ക് ദുഃഖമുണ്ട്, നമ്മൾ അത് ദുഃഖത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ മുഖാന്തരം എല്ലാവരും കൂടി നമ്മൾ നീതി പ്രവർത്തിക്കാതിരിക്കട്ടെ, ഒരാൾ തെറ്റ് ചെയ്തു അവനെ ക്രൂശിക്കാൻ വേണ്ടി എല്ലാവരോടും നിന്നു കഴിഞ്ഞാൽ അവൻ വല്ലാത്ത ദുഃഖത്തിലായിത്തീരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ, ഒരുത്തൻ ദുഃഖത്തിലായിരിക്കുമ്പോൾ, അതിദുഃഖത്തിലായിരിക്കുമ്പോൾ അവൻ ആവശ്യമായിരിക്കുന്നത് അവനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒരുവനുണ്ടെന്നുള്ള ഒരു ചിന്ത അവന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. അതല്ലെങ്കിൽ ശത്രു അവനെ അതിനകത്ത് മുക്കിക്കളയും. ഇവിടെയാണ് ദൈവസ്നേഹം വെളിപ്പെടുന്നത്. കാര്യം ശരിയാ, ഇവൻ തെറ്റ് ചെയ്തവനാ, ഇവൻ അതിൽ മുങ്ങിപ്പോകാൻ, ഇവൻ ഒറ്റപ്പെട്ടവനായി മുങ്ങിപ്പോകാൻ സാധ്യതകളുള്ളത് കൊണ്ട് പൗലോസ് പറയുകയാണ്, അങ്ങനെയുള്ള അവസ്ഥകളിൽ ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ക്ഷമയും ആശ്വാസവും സ്നേഹവുമാണ് ഈ മുങ്ങുന്ന ഒരു വ്യക്തിയെ പൊക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഇതാണ് കർത്താവ് ഇസാണ് പറഞ്ഞത്, നിന്റെ കുറവ് കൊണ്ടൊക്കെയാ നീ പലപ്പോഴും വേദനപ്പെട്ടിട്ടുള്ളത് അല്ലേ. ഇസാന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ അനുസരിച്ച് നടന്നപ്പോഴൊക്കെ അവർക്ക് വലിയ സന്തോഷ ഉത്സവമായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, സമാധാനമുള്ള സമയത്ത് അത്യവക്ഷത്തിന് കീഴിൽ അവർക്ക് പാർക്കാമായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പാപം ചെയ്ത് കഴിഞ്ഞ് ദൈവത്തിന്ന് വല്ലാതെ തെറ്റിപ്പോയപ്പോൾ ദൈവരെ ശിക്ഷിച്ചു, അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവരായി പോകുമ്പോഴും ദൈവം പറയുക, നിന്റെ മീതെ നദിയായി നിന്നെ മീതെ കവിഞ്ഞൊഴുകി പോകാതിരിക്കുവാൻ ഞാൻ നിന്നോട് ക്ഷമിക്കും, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ഞാൻ നിന്നെ സ്നേഹിക്കും. ഇതാണ് ദൈവത്തിന്റെ പരിഹാരമാർഗം. ഇന്ന് ആ സ്നേഹത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ലോകപ്രകാരമുള്ള നിരവധി നമ്മൾ ദുഃഖങ്ങളിലൊക്കെ ആയി തീർന്നപ്പോൾ, വല്ലാതെ ഭാരപ്പെട്ടു പോയപ്പോൾ, ആരുമില്ലാതായി തീർന്നപ്പോൾ, ഒറ്റപ്പെട്ടു പോയപ്പോൾ, വേദനിച്ചപ്പോൾ, അത് കുറവുണ്ടാകട്ടെ കുറവില്ലാതെ ആകട്ടെ, വല്ലാത്ത ദുഃഖത്തിലായപ്പോൾ, പ്രയാസമായപ്പോൾ കർത്താവ് പറഞ്ഞു, നീ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നോട് ക്ഷമിക്കും, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. അപ്പോൾ ദൈവം ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കും. തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ദൈവയുടെ ആശ്വാസമായി അടുത്ത് വരും. യാക്കോബിന്റെ അടുത്ത്, അവന്റെ ആ യാബോക്കിന്റെ അടുത്തേക്ക് കർത്താവ് വന്നത് ആശ്വാസമായിട്ട് അടുത്ത് വന്നു. ദൈവനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു, നീ ഒറ്റയ്ക്കല്ല, നീ ഭയപ്പെട്ടു പോകണ്ട. അപ്പോൾ ക്ഷമിക്കേണ്ടടുത്ത് ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇത് അതിദുഃഖത്തിൽ മുങ്ങിപ്പോയത് അതിന് കാരണമായി തീർന്ന അവന്റെ കുറവ് കൊണ്ടായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞവനെ അവനോട് ക്ഷമിച്ചിട്ട് അവനെ ആശ്വസിപ്പിച്ച് ദൈവസ്നേഹം അവനിൽ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സന്ദേശം ഇന്ന് രാത്രിയിൽ അതിൻ്റെ അവസാനിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദിവസങ്ങളിൽ അനേകരും മുങ്ങിപ്പോകാതിരിക്കുവാൻ, അത് കുറ്റം കൊണ്ടാകട്ടെ,
അല്ലെങ്കിൽ മറ്റെന്തുകൊണ്ടുമാകട്ടെ, ഒരാൾ ദുഃഖത്തിലാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വീണ്ടും ദുഃഖം കൂട്ടുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ദുഃഖത്തിന്മേൽ ദുഃഖം വന്ന് അതിദുഃഖമായി മുങ്ങിപ്പോകാതിരിക്കുവാൻ, ഓ യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ കരുണയാണെന്നതുപോലെ നമ്മെ കർത്താവ് ദിവസങ്ങളിൽ മുക്കിക്കളയാതെ നദികൾ നമ്മുടെ മീതെ കവിഞ്ഞു വരാതിരിക്കുവാൻ ദൈവം നമ്മളെ പരിപാലിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു വ്യക്തിയെ വേഗത്തിൽ എടുത്ത് കാണിച്ച് സന്ദേശം വേഗത്തിൽ അവസാനിപ്പിക്കാം. നമ്മൾ ഇവിടെ പറഞ്ഞു വന്ന അവസാനം പറയുകയാണ്, എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തെ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സഭയിലൊക്കെ എടുക്കേണ്ട ദൂതാകട്ടോ, കുടുംബങ്ങളിൽ നാം എടുക്കേണ്ട ദൂത. നാം അത് പറയണ്ട, പ്രസംഗിക്കേണ്ട, പഠിപ്പിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ അത് കണ്ണാടി പോലെ നാം ഒന്ന് ഉപയോഗിച്ചാൽ മതി. ക്രിസ്തുവിന്റെ വചനം കണ്ണാടിയായി തീർന്നു കഴിയുമ്പോൾ അത് മറ്റൊരു കാണാൻ കഴിയും. ആ ക്ഷമ, ആ ആശ്വാസം, ആ സ്നേഹം മറ്റവർക്ക് കാണാൻ കഴിയുമെന്ന് നാം പറയണ്ട, പഠിപ്പിക്കണ്ട, ക്ലാസ് എടുക്കണ്ട, സെമിനാർ നടത്തണ്ട. അത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയും. ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് അവരോട് ക്ഷമിക്കുന്നവരാണോ? മറ്റുള്ളവർക്ക് ആശ്വാസമാണോ? അതോ മറ്റുള്ളവർക്ക് നാം സ്നേഹമാണോ? അതോ ക്ഷമിക്കാത്ത കഠിനമാണോ? അതോ ആശ്വാസമില്ലാത്ത പിന്നെയും കഠിനവാക്കാണോ പറയുന്നത്? അതോ നമ്മളിൽ വൈരാഗ്യമാണോ ഉണ്ടാകുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുക, നമ്മൾ തോറ്റുപോയി. ശത്രു പരാജയപ്പെടുത്തി ജീവിതമായി തരാൻ അവൻ ആഗ്രഹിച്ചില്ല. കൊരിന്ത്യർ സഭയോട് പറഞ്ഞു, നാം ജയാളികളായി നിൽക്കേണ്ടവരാ. കഴിഞ്ഞ ദിവസം ഞാൻ അത് ക്ലാസ് എടുത്തപ്പോൾ പുനരുത്ഥാനത്തെ കുറിച്ചല്ലേ പറഞ്ഞത്, കർത്താവിനെ കുറിച്ചല്ലേ പഠിപ്പിച്ചത്. പക്ഷെ ഇത്ര വേഗത്തിൽ നിങ്ങൾ ആ ക്ലാസ് ഒക്കെ മറന്ന്, ആ പ്രബോധനമൊക്കെ മറന്ന്, ശരിയാ എന്ന് പുനരുത്ഥാനത്തിന്റെ സന്ദേശവും പറഞ്ഞ് കർത്തൃമേശം നടത്തിയിട്ട് അത് കഴിയുമ്പോൾ അടി നടക്കുന്നത് ഇല്ലേ? അങ്ങനെയല്ലേ? മറ്റുള്ള മുകളിൽ പരിഹാസമായി തിരിയുക. ഇത് കണ്ടിട്ട് വേദനയുള്ളവരായിരിക്കണം, പ്രാർത്ഥിക്കണം. ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കണം. ദൈവനാമം ദൂഷിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി നാം വളരെയധികം പ്രാർത്ഥിക്കണം. പൗലോസ് പറഞ്ഞു, അങ്ങനെ വന്നാൽ ശത്രു നമ്മളെ തോൽപ്പിച്ചു കളയും. രാത്രിയിൽ ശത്രുവിനാൽ തോൽപ്പിക്കപ്പെട്ട വ്യക്തിയാണോ? നമ്മുടെ കുടുംബം സാത്താനാൽ തോൽപ്പിക്കപ്പെട്ട ഒരു കുടുംബമാണോ? നമ്മുടെ സഭ സാത്താനാൽ തോൽപ്പിക്കപ്പെട്ട ഒരു സഭയാണോ? അങ്ങനെയാണെങ്കിൽ ദേശത്ത് അത് അപമാനമായി തീരും, പരസ്യക്കോലമായി തീരും. എന്നാൽ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നവരാണോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂടുപടമില്ലാത്തവനായി അവൻ ലോകത്തിൽ വന്നു. ഒരു മനുഷ്യൻ, യഥാർത്ഥമായ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പിതാവാം ദൈവത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അവൻ ക്ഷമയായിരുന്നു, അവൻ ആശ്വാസമാണ്. എൻ്റെ യേശു എനിക്കെൻ്റെ സ്നേഹമാണ്. രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിച്ചവനാ, എൻ്റെ കർത്താവ് എന്നെ ആശ്വസിപ്പിക്കുന്നവനാ, എൻ്റെ കർത്താവ് എന്നോട് സ്നേഹമുള്ളവനാ. ഞാൻ മുങ്ങിപ്പോകാതിരിക്കുവാൻ, ഞാൻ ഈ ദുഃഖത്തിൽ ഇല്ലാതായി തരുവാൻ ശത്രു എന്നെ നിരാശയുടെ പടുകുഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ, എൻ്റെ കുടുംബത്തെ താഴ്ത്തിക്കളയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, എൻ്റെ സഭയെ അതിൽ മുക്കിക്കളയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, നസ്രയനായിരിക്കുന്ന യേശു ക്ഷമിച്ചു, അവൻ ആശ്വസിപ്പിച്ചു, അവൻ നമ്മളെ സ്നേഹിച്ചതിനായി ഇന്ന് രാത്രി ഞാൻ കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി നിലനിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. അവന്റെ വചനം കണ്ണാടി പോലെ നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുന്നത് കൊണ്ടാണ് ആ ദൈവത്തിന്റെ കൃപയാൽ ക്ഷമയും ആശ്വാസവും സ്നേഹവും വ്യാപരിക്കുന്നത്. മറുഭാഗത്ത് ആ കഠിനതയും അത് പ്രിയപ്പെട്ടവരെ പരസ്പരം പഴിചാരലും ആണെങ്കിൽ, സ്നേഹമില്ലാത്ത അവസ്ഥയാണെങ്കിൽ, ദൈവാത്മ പറയും നാം തോറ്റുപോയി. ഇതിനകത്ത് നമ്മളെ തന്നെ ഒന്ന് നമുക്ക് വിശകലനം ചെയ്യാം. ഞാനും നിങ്ങളും തോറ്റുപോയവരാണോ? നീ നിന്റെ കുടുംബത്തിനൊരു ഭാരമാണോ, വേദനയാണോ? അനേകം മുക്കിക്കളയൊരു വ്യക്തിയാണോ? സഭയ്ക്ക് ഒരു ദുഃഖമാണോ? ദേശത്തൊരു ദുഃഖമാണോ? രാത്രി നമുക്ക് പറയാം, കർത്താവേ, അങ്ങനെ ഒരു അവസ്ഥയിൽ
അനേകരെ ഞാൻ മുങ്ങിപ്പോകേണ്ടതായിരുന്നു. എന്നാൽ കൃപയാൽ നീ എന്നെ അതിൽ നിന്ന് വെളിക്കൊണ്ടുവന്നതിനായി ഞാൻ പറഞ്ഞല്ലോ, കഷ്ടങ്ങളിൽ നല്ലതിന് വേണ്ടി നിൽക്കുമ്പോൾ നാം കഷ്ടങ്ങളിൽ നമ്മെ ശത്രു മുക്കിക്കളയാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ കുറവുകൾ മുഖാന്തരമായി നമുക്ക് ദുഃഖമുണ്ടാകാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് രണ്ടു വിധത്തിൽ നമുക്ക് ഈ നദി നമ്മെ മുക്കിക്കളയാൻ സാധ്യത. ഒന്ന്, നമ്മുടെ കുറവുകൾ വരുമ്പോൾ അത് നമുക്ക് വിരുദ്ധമായി അതിന് നമുക്കെതിരായി നമ്മെ മുക്കിക്കളയാൻ വേണ്ടി ശ്രമിക്കും. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോഴും നമുക്കെതിരെ ഈ നദികൾ ഉയർന്ന്. യാക്കോബിന്റെ ജീവിതത്തിൽ അവൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടുള്ളതല്ല. അവൻ മടങ്ങിപ്പോരുന്ന സമയത്ത് അവനുള്ളത് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ അവന്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകുവാൻ ഇടയായിരുന്നു. പക്ഷേ അവൻ ദൈവത്തെ വിളിച്ചിറക്കി. അവന്റെ ആ ദൈവത്തിന്റെ സാന്നിധ്യം വന്നപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. അവൻ അനുഗ്രഹമുള്ളവനായിട്ടാണ് മടങ്ങി വന്നത്. അവന്റെ ദുഃഖം മാറുവാൻ ഇടയായിരുന്നു. പിന്നീട് അവൻ പോകുന്നത് ജയാളിയായിട്ടാ പോകുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ ജയാളികളാക്കാൻ മാറ്റുവാൻ പോവുകയാണ്. അതെ, പത്രോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം കൂടി വായിച്ച് ഞാൻ ഇതുവരെ അവസാനിക്കും. മത്തായി സുവിശേഷം അതിന്റെ 27 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 75 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യേശുമായിട്ട് അത്രമാത്രം അടുത്ത് ജീവിച്ച് മൂടുപടമില്ലാത്ത ക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ടതായ പത്രോസിന്റെ ജീവിതത്തിൽ അവന്റെ കർത്താവുമായിട്ടുള്ള ജീവിതത്തിന്റെ ആ ശുശ്രൂഷയുടെ അവസാന സമയത്തേക്ക് വന്നപ്പോൾ അവന്റെ ജീവിതത്തിന്റെ സമ്മർദ്ദ മുഖാന്തരമായിട്ട് അവൻ യേശുവിനെ തള്ളിപ്പറയാനിടയാത്തത്. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് അവൻ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അപ്പോൾ അവന് മറ്റുള്ള പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടിയതുപോലെ അവന് തോന്നി. പക്ഷേ ഇവൻ ദൈവത്തിൽ നിന്ന് അകന്നത്, ദൈവ സ്നേഹത്തിൽ നിന്ന് മാറിയത് സ്വർഗത്തിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റിയതായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാം, പത്രോസ് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ സ്വർഗം അവനെ വിട്ടില്ല. അതവന് അവിടെ അവൻ തള്ളിപ്പറഞ്ഞ് അവന്റെ ഭൗമിക ജീവിതത്തിന്റെ മറ്റുള്ള ദിവസങ്ങളിലേക്ക് അവൻ നോക്കിയപ്പോൾ സൂക്ഷ്മത്വം കണ്ടെത്തി. അത് യേശുവായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ് എന്നെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പിടിക്കപ്പെടത്തില്ലെന്നും അവനും അവരുടെ കൂടെ പെട്ടവനാണെന്നും എന്ന് പറഞ്ഞ കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതിൽ ഞാനും ഒരുവനാകാമെന്നാണ് പത്രോസോട് പറഞ്ഞത്. മനസ്സിലായോ? പത്രോസ് വെറുതെ തള്ളി പറഞ്ഞതല്ല. പത്രോസ് എന്നാൽ അവർ പറയും, നീ ഇങ്ങോട്ട് ഞങ്ങളോട് വരാന്ന് പറയും. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ പത്രോസും കൂടെ പോകേണ്ടതാ. എനിക്കവനെ അറിയത്തില്ല എന്ന് പറഞ്ഞതാ. ഒരു പറയുക കൂടിയെന്നൊരു പറയുക, നമുക്ക് ക്രൂശിക്കാൻ അവനെ കൊണ്ടുപോകാം, നിങ്ങളുടെ വരാനാ പറയുന്നത്. അതിന്റെ ആഴമതാ. ഇവർ പോകുന്ന കൂട്ടത്തിൽ അവന് പോണം. അവന് അവരുടെ കൂട്ടത്തിൽ പോകേണ്ടവനാ. യേശുവിനോട് കൂടെ നടന്നവനാ. രാത്രിയിൽ അതിന്റെ ആഴം മനസ്സാകണമേ. പത്രോസ് വെറുതെ തള്ളിപ്പറഞ്ഞ് ഒരു കാര്യമല്ല. പത്രോസിന്റെ ജീവിതത്തെ ദൈവം കണ്ടിട്ട് പറഞ്ഞു, നീ എന്നോടുകൂടെ മരിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും പത്രോസേ, നീ സാഹചര്യം വരുമ്പോൾ നീ മരിക്കാൻ വേണ്ടിയല്ല ഒരുങ്ങുന്നത്, എന്നെ ക്രൂശിക്കാൻ വേണ്ടി നീ ഒരുങ്ങുമെന്നാ യേശുവിനോട് പറഞ്ഞത്. മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? കർത്താവിനോട് ഞാൻ മരിക്കാൻ തയ്യാറാക്കുന്ന സ്നേഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ ദൈവസ്നേഹത്തിലാണ് സംസാരിച്ചത്. പക്ഷേ ഭയപ്പെടുത്തി സാത്താൻ, ഭീതിപ്പെടുത്തി. അവൻ വല്ലാതെ അവന്റെ ദുഃഖത്തിൽ, ലോകത്തിന്റെ ദുഃഖവും മുമ്പോട്ടുള്ള ജീവിതവും കുടുംബത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു, ഇതിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ യേശുവിനെ തള്ളി പറയുക എന്നുള്ളതാണ്. അന്ന് ഞാൻ പറഞ്ഞില്ല, അവൻ സ്നേഹത്തിലാണ് പറഞ്ഞത്, ഞാൻ നിന്നോട് മരിക്കാൻ ഒരുക്കമാണ്. അവൻ മരിക്കാൻ വേണ്ടി തയ്യാറാകുമായിരുന്നു. പക്ഷേ അങ്ങനെ പോകാതിരിക്കുവാൻ വേണ്ടിയും, രണ്ട്, അവൻ മനുഷ്യനാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയുമാണ് അവൻ ക്രൂശിക്കുന്നതോട് കൂടെ കൂടി. നിങ്ങൾ വിചാരിക്കും പത്രോസ് ക്രൂശിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയെന്നൊന്നും ബൈബിൾ എഴുതിയിട്ടില്ലല്ലോ. പക്ഷേ ആത്മീയ അർത്ഥത്തിൽ വിവേചിച്ചാൽ ഇവൻ യേശുവിനെ അറിയത്തില്ല, ഞാൻ അവനോടുകൂടെ എനിക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ആടിനടുക്കൽ അവൻ നിൽക്കുന്നത് യേശുവിനെ ക്രൂശിക്കാനുള്ള കൂട്ടത്തിൽ അവൻ കൂടിയത്. അപ്പം 2-3 മണിക്കൂർ മുമ്പ്, 3-4 മണിക്കൂർ മുമ്പ് പറഞ്ഞത് കൂടെ മരിക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ, സമ്മർദ്ദമുണ്ടായപ്പോൾ, പേടിയുണ്ടായപ്പോൾ
അവൻ തിരിച്ചു പറഞ്ഞു, എനിക്കറിയത്തില്ല, നിങ്ങൾ ക്രൂശിക്കാൻ കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുവെക്കൂ എന്നുള്ള രീതിയിൽ തള്ളിപ്പറഞ്ഞ് യേശു അവനെ നോക്കിയപ്പോൾ ദൈവത്തിന്റെ നോട്ടം സ്നേഹത്തിന്റെ നോട്ടമായിരുന്നു. അതുകൊണ്ട് നീ ചില മണിക്കൂറുകൾക്ക് മുമ്പ് നീ നിന്റെ ജീവൻ വരെ നൽകാമെന്ന് പറഞ്ഞതല്ലേ? എന്റെ സ്നേഹം കൊണ്ട് നീ പറഞ്ഞ എനിക്കറിയാം. പക്ഷെ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ഇന്ന് രാത്രിയിൽ നമ്മുടെ സാക്ഷ്യവും നമ്മുടെ വാക്കുകളും നമ്മുടെ തീരുമാനങ്ങളും ഒക്കെ എത്രമാത്രം നിലനിൽക്കണമോ ദൈവത്തിന്റെ കൃപയില്ലാതെ പറ്റുകയില്ല, ദൈവത്തിന്റെ കരുണയില്ലാതെ പറ്റുകയില്ല, പരിശുദ്ധാത്മാവിന്റെ കൃപയില്ലാതെ പറ്റുകയില്ല. പത്രോസേ, നിന്റെ കൃപ കൊണ്ട് നിനക്ക് പറ്റത്തില്ല, നിന്റെ തീരുമാനം കൊണ്ട് പത്രോസേ നിനക്ക് പറ്റത്തില്ല. നിനക്ക് എന്നോട് സ്നേഹമുണ്ടത് ശരിയാ, പക്ഷേ നീ അങ്ങനെ സ്നേഹിച്ച് നീ എന്നോടുകൂടെ മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പക്ഷേ നീ ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ നിന്നെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കഥ പറഞ്ഞത്, കോഴി 2 പ്രാവശ്യം കൂകണമെങ്കിൽ നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞ കർത്താവ് അവനെ എന്ത് ചെയ്തു? അവന്റെ മൈഷത്വത്തെ വെളിപ്പെടുത്തി, അവന്റെ ഭീരുത്വത്തെ വെളിപ്പെടുത്തി, അവൻ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തി. നീ ഒരു ശ്വാസമാ പത്രോസേ എന്ന് കർത്താവ് പറഞ്ഞു. പക്ഷെ ഞാൻ ശ്വാസമല്ല, ശ്വാസം നൽകുന്നവനാ, ആശ്വാസം നൽകുന്നവനാ. നിനക്കെന്നെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല, നിനക്കെന്നോട് കൂടെ നിൽക്കാൻ കഴിയത്തില്ല, നീ എല്ലാം മാറിപ്പോകും. അവൻ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു അവനെ നോക്കിയപ്പോൾ അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു എന്ന് പറഞ്ഞാൽ 26-ാം അധ്യായം 25-ാം വാക്യത്തിൽ അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു. അവൻ വല്ലാതെ കരഞ്ഞു. മുങ്ങിപ്പോകുന്ന ഒരു ദുഃഖഭാരം അവനുണ്ടായി. പക്ഷേ ക്രിസ്തുവിന്റെ നോട്ടത്തിൽ സ്നേഹത്തിന്റെ നോട്ടം അവൻ കാണുവാനിടയായി. രാത്രിയിൽ പലപ്പോഴും ഞാൻ നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് യേശുവിനെ ക്രൂശിക്കുന്നതോട് കൂട്ടത്തിലാകുമ്പോഴും ആ സ്നേഹത്തിന്റെ കണ്ണുകൊണ്ടുള്ള നോട്ടം നമ്മെ മടക്കി വരുത്തുന്നതാണ്. രാത്രിയിൽ ആ കണ്ണ് നമ്മളെ ദർശിക്കുന്നുണ്ട്, ഉയരത്തിൽ ആ കണ്ണ് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ നോട്ടത്തിൽ അവന് മനസ്സിലായി യേശുവിന്റെ സ്നേഹം. അവന്റെ കണ്ണ് അവനെ നോക്കിയപ്പോൾ അടിച്ചു തകർക്കപ്പെട്ടവനായി, പരിഹാസനായി നിന്നതിനായി, എല്ലാം ഉരിഞ്ഞെടുക്കപ്പെട്ടവനായി അവൻ അതിദയനീയമായിരിക്കുന്ന ഒരു രീതിയിലേക്ക്, മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പായി അവനെ സ്നേഹിച്ച, അവനോട് വളരെ മുമ്പിൽ നിന്ന ആ പത്രോസിന്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ മുമ്പിൽ യേശു അവനെ നോക്കിയത് കോപത്തിന്റെ നോട്ടമല്ല നോക്കിയത്, കളിയാക്കുന്ന നോട്ടമല്ല നോക്കിയത്, പരിഹസിക്കുന്ന നോട്ടമല്ല നോക്കിയത്. യേശു പത്രോസിനെ നോക്കിയത് സ്നേഹത്തിന്റെ, ആശ്വാസത്തിന്റെ, ക്ഷമയുടെ നോട്ടമാ പത്രോസിനെ ദൈവം നോക്കിയത്. എത്ര പേർക്ക് യേശുവിന്റെ കണ്ണിന് മുമ്പിൽ വരാൻ കഴിയും? രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു ശാന്തതയുടെ ശക്തി ആവരിക്കുന്നുണ്ട്. കർത്താവിന്റെ ക്ഷമയുടെ ആ നോട്ടം നമ്മളെ നോക്കുകയാണ്, ആശ്വാസത്തിന്റെ നോട്ടം നമ്മളെ നോക്കുകയാണ്, സ്നേഹത്തിന്റെ നോട്ടം നോക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തുവിന്റെ നോട്ടം അവൻ നോക്കിയപ്പോൾ അവന് മനസ്സിലായി, ഞാൻ തള്ളിപ്പറഞ്ഞ എൻ്റെ യേശു അവൻ ക്ഷമിക്കുന്നവനാ, അവൻ ആശ്വസിപ്പിക്കുന്നവനാ, അവൻ സ്നേഹിക്കുന്നവനാ എന്നോർത്തുകൊണ്ട് അതിദുഃഖത്തോടെ കരഞ്ഞു. എന്നാൽ അവൻ മുങ്ങിപ്പോകാതിരിക്കുവാൻ ദൈവം അവനെ നോക്കി അവനെ ബലപ്പെടുത്തിയാണ് അവിടെ നയിച്ചത്. അതുകൊണ്ടാണ് അവന്റെ കുറവുകളെ പരിഹരിക്കാൻ വേണ്ടി മറ്റുള്ള മുമ്പിൽ അവനെ ആരും വീണ്ടും അവനെ ദുഃഖിപ്പിക്കാതിരിക്കാൻ വേണ്ടി കർത്താവ് സ്വർഗാരോപണം ചെയ്തതിനു മുമ്പായി പത്രോസിനെ വിളിച്ച് അവനോട് 3 പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നും ചോദിച്ച അവൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞെങ്കിൽ അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന്. കുറവുകളെ തീർക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. രാത്രിയിൽ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ നദികൾ നിന്റെ മീതെ കവിയുകയില്ല എന്ന് പറഞ്ഞതുപോലെ
എന്നാൽ മറുഭാഗത്ത് അതിദുഃഖിതനായി തീർന്ന, അത് ദുഃഖിച്ച് കെട്ടി ഞാൻ എത്തുപോയ യുവതിയുണ്ടായിരുന്നു. അവന് യേശുവിൻ്റെ നോട്ടം അവന് കിട്ടിയില്ല. അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവൻ അതുകൊണ്ട് ലോകപ്രകാരമുള്ള ദുഃഖത്തിൽ അവൻ മരണത്തിലേക്ക് അകപ്പെട്ടു പോയപ്പോൾ ക്രിസ്തുവിൻ്റെ നോട്ടത്തിലായി തീർന്ന, യേശുവിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടതായ പത്രോസിന് അവൻ ജീവന്റെ നായകനായിരിക്കുന്ന ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരിൽ ഒന്നാമനായി തീരുവാൻ, അതേ എന്നേക്കും പണിയപ്പെടുന്ന നിത്യതയുടെ ഭവനത്തിൽ, നിത്യതയുടെ നഗരത്തിന്റെ അടിസ്ഥാനങ്ങളിൽ അവന്റെ പേര് കുറിക്കപ്പെടുവാൻ ഇടയാത്തുന്നു. രാത്രിയിൽ ഏത് കുറവുമാകട്ടെ, ഏത് ഭാരവുമാകട്ടെ, ഏത് ദുഃഖവുമാകട്ടെ, ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ രാത്രി കർത്താവിന്റെ ക്ഷമയുടെ ശക്തി വ്യാപരിക്കുന്നുണ്ട്, കർത്താവിന്റെ ആശ്വാസ ശക്തി വ്യാപരിക്കുന്നുണ്ട്, യേശു കർത്താവിന്റെ സ്നേഹത്തിന് ശക്തി വ്യാപരിക്കുന്നുണ്ട്. നാം കുറവുകളൊന്നും തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മെ ആശ്വസിപ്പിക്കും, നമ്മെ സ്നേഹിച്ചിട്ട് പറയും, യാക്കോബേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അതെ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അത് ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ ഞാൻ അത് നിന്നെ കവിയാതെ സൂക്ഷിച്ചു കൊള്ളാം. ഇന്ന് രാത്രിയിൽ നാം കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഏത് വിഷയമാകട്ടെ, ഏത് ദുഃഖമാകട്ടെ, എന്തുകൊണ്ടും ആകട്ടെ, അതിൽ മുങ്ങിപ്പോകാതിരിക്കുവാൻ കർത്താവിന്റെ ആത്മാവ് 4-ാം മാസം നമ്മോട് സംസാരിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനേകരും മുങ്ങിപ്പോകുവാൻ സാധ്യതയുള്ള സ്ഥലത്തും ദൈവത്തിന് ശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. പത്രോസ് അതിദുഃഖത്തോടെ കരഞ്ഞു. അവൻ മുങ്ങിപ്പോകേണ്ടവനായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ നോട്ടം അവന്റെ ദൃഷ്ടിയിൽപ്പെട്ടത് കൊണ്ട് അവൻ മുങ്ങിപ്പോയില്ല, അവൻ ജയിക്കുവാനിടയായിരുന്നു. അവനിൽ ക്ഷമ വ്യാപരിച്ചു. യേശുവിന്റെ സ്നേഹം, ആശ്വാസം ഉണ്ടായി. മുഴുവനോ കർത്താവിന്റെ ഒറ്റ നോട്ടത്തിൽ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ മുഴുവനോടെ പ്രതിഫലിപ്പിച്ചു. ഇത് രാത്രി കർത്താവ് നമ്മെ നോക്കുകയാണ്. ഇത് രാത്രി യേശുവിന്റെ ദർശനം നമുക്കുണ്ടാവുകയാണ്. കർത്താവ് എന്നെ നോക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തെ നോക്കുന്നുണ്ട്, അതെ എൻ്റെ തലമുറകളെ നോക്കുന്നുണ്ട്. എത്ര പേർക്ക് ദൈവം സമർപ്പിക്കാൻ കഴിയും? അതേ, കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഈ ദുഃഖമൊന്നും നിന്നെ മുക്കിക്കളയത്തില്ല. അതേ, കർത്താവിന്റെ വചനം പതിക്കുന്നത് ഒരു നദിയുണ്ട്. ആനന്ദ നദിയിൽ നിന്ന് ദൈവം നമ്മളെ കുടിപ്പിച്ച ദിവസങ്ങളിൽ, അതെ, നമ്മളെ ജൈവോത്സവമായി നിർത്തി കർത്താവിന്റെ വചനമെങ്കിലും ഒരുക്കപ്പെടുവാൻ വേണ്ടി കർത്താവ് നമ്മെ ഈ ദിവസങ്ങളിൽ ആനന്ദിപ്പിച്ച് സന്തോഷം നിർത്തുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. മുങ്ങിപ്പോകുന്ന സമയത്ത് ദൈവത്തിന്റെ ദൃഷ്ടി നമ്മളെ മേൽ വെക്കും. അവൻ നമ്മളെ നോക്കും. അവൻ സംസാരിക്കണ്ട, ഒന്നും നോക്കിയാൽ മതി. രാത്രി പറയാൻ സാധിക്കുമോ, എന്റെ കർത്താവേ എന്നെ ഒന്ന് നോക്കണമേ, എന്റെ കുടുംബത്തെ ഒന്ന് നോക്കണമേ, എന്റെ സഭയെ ഒന്ന് നോക്കണമേ. ഞങ്ങൾ ഒരുപാട് തെറ്റിപ്പോയിട്ടുണ്ട് കർത്താവേ, ഞങ്ങൾ ഒരുപാട് തെറ്റിയിട്ടുണ്ട് കർത്താവേ. ഞങ്ങളോട് അവിടുത്തെ ദൃഷ്ടി ഒന്ന് അയക്കണമേ. ദൈവത്തിന്റെ ദൃഷ്ടിക്കുള്ളിലായ പത്രോസ് പിന്നീട് ശക്തനായി തീരുവാനിടയാത്തിരുന്നെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടി നകന്നുപോയ യൂദയ്ക്കും ദുഃഖമുണ്ടായെങ്കിലും അവൻ ആ കടാക്ഷം ഏൽക്കുവാൻ കഴിഞ്ഞില്ല. അവനെ ദുഃഖത്തിൽ അവൻ മുങ്ങിപ്പോയി. എന്നാൽ പത്രോസ് ദുഃഖത്തിൽ മുങ്ങിപ്പോകാതെ ദൈവത്തിന്റെ ദൃഷ്ടിയിലായതുകൊണ്ട് അവൻ ജയാളിയായി നിന്നതുപോലെ ഇന്ന് രാത്രി നാം ദൈവത്തിന്റെ ദൃഷ്ടിയിലായതുകൊണ്ട് നമ്മെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് രാത്രി പറയാം, ഒരു ദുഃഖത്തിനോ, ഒരു ഭാരത്തിനോ, ഒരു രോഗത്തിനോ, ഒരു വേദനയ്ക്കോ, ഒന്നിനും തന്നെ എന്നെ മുക്കിക്കളയാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. ഞാൻ അതിൽ മുങ്ങിപ്പോകുന്നതിന് മുമ്പ് ദൈവം ആശ്വാസത്തിന്റെ വചനം അയക്കും. എന്നോട് ക്ഷമിക്കുന്ന ദൈവത്തിന്റെ ദൂതറിയിക്കും. എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അത് അവൻ കണ്ണാടി പോലെ പ്രദർശിപ്പിച്ചവനാ. ആ ദർശനം കണ്ടപ്പോൾ, യേശുവിനെ നോക്കിയപ്പോൾ പത്രോസ് കണ്ടത് ക്ഷമ കാണുവാൻ ഇടയാത്തീർന്നു, ആശ്വാസം കാണുവാൻ ഇടയാത്തീർന്നു, സ്നേഹം കാണുവാൻ ഇടയാത്തീർന്നു. ഇന്ന് രാത്രിയിൽ സന്ദേശ മുഖാന്തരം അതെ, നാം ക്രിസ്തുവിനെ നോക്കുന്നത് കൊണ്ട് ക്ഷമിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ എണ്ണമറ്റ പാവങ്ങളെ ക്ഷമിച്ച ക്രിസ്തുവിനെ നമുക്ക് ഇന്ന് രാത്രി കാണുവാൻ കഴിയണം. ഇന്ന് രാത്രി നമ്മെ ഏത് സന്ദർഭത്തിലും പേര് ചൊല്ലി വിളിച്ച് നമ്മളെ ആശ്വസിപ്പിച്ച ദൈവത്തിന്റെ സാന്നിധ്യ വചനത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ കരുതലിന്റെ സ്നേഹത്തിനായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളോട് ക്ഷമിച്ചു, ദൈവം നമ്മളെ സ്നേഹിച്ചു, ദൈവം നമ്മളെ ആശ്വസിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അവന്റെ അതേ പ്രതിബിംബമായി തീർന്നു കഴിഞ്ഞാൽ
ഞാനും നിങ്ങളും അവനെ പോലെ ആയിരിക്കണം. നമ്മളെ നോക്കുമ്പോൾ, നമ്മളോട് സംസാരിക്കുമ്പോൾ, നമ്മളോട് ഇടപെടുമ്പോൾ നാം അനേകർക്കൊരു ക്ഷമിക്കുന്നവനായിരിക്കണം, അനേകർക്ക് ആശ്വാസമായിരിക്കണം, അനേകർക്ക് സ്നേഹമായിരിക്കണം. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അതാണ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുക എന്നതിൻ്റെ അർത്ഥം. സദാ നമ്മെ തോൽപ്പിക്കാതിരിക്കുവാൻ, ദിവസങ്ങളിൽ നാം മുങ്ങിപ്പോകാതിരിക്കുവാൻ, ആരും മുങ്ങിപ്പോകാതിരിക്കുവാൻ, ദൈവത്തിന്റെ ആനന്ദത്തിന്റെ നദി നമ്മുടെ മേൽ ഒഴുകുവാൻ നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അതുകൊണ്ടാണ് നാം പാടുന്നത്, അതുകൊണ്ടാണ് നാം സന്തോഷിക്കുന്നത്, അതുകൊണ്ടാണ് നാം ദിവസങ്ങളിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. നാം പാട്ടുപാടി കാത്തിരിക്കുക, എൻ്റെ യേശു വരുമ്പോൾ ഞാൻ പോകുമെന്ന്. അത് നമ്മുടെ പ്രത്യാശ. കാരണം മുങ്ങിപ്പോകാൻ ദൈവം സമ്മതിച്ചില്ല. മുങ്ങിപ്പോകേണ്ടല്ലായിരുന്നോ? 2 വർഷം മുമ്പ് നീ മുങ്ങിപ്പോകേണ്ടതല്ലായിരുന്നു? ദുഃഖത്തിൽ മുങ്ങിപ്പോകേണ്ടതല്ലായിരുന്നോ? അത് ചില വർഷങ്ങൾക്ക് മുമ്പ്, ചില ദിവസങ്ങൾക്ക് മുമ്പ് നീ മുങ്ങിപ്പോകേണ്ടതല്ലായിരുന്നോ? ജീവിതം പോലും വെറുത്തതല്ലായിരുന്നോ? മരിച്ചാൽ മതിയെന്ന് തോന്നിയതല്ലേ? ഏലിയാവിനെ പോലെ പറഞ്ഞതല്ലേ? അത് യോനയെ പോലെ പറഞ്ഞതല്ലേ? എന്നാൽ അതിൽ മുങ്ങിപ്പോകാതെ ദൈവം താങ്ങിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി, ആശ്വാസത്തിനായി ഇന്ന് രാത്രി ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുക. മുങ്ങിപ്പോകാവുന്ന അവസ്ഥയിൽ നിന്ന് നദികൾ, നദികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ബഹുവചനത്തിലാണ്, ഒരു ദുഃഖമല്ല, പലവിധ ദുഃഖങ്ങളാൽ, അല്ലെ, നാനാവിധ ദുഃഖങ്ങളാൽ പാലപ്പെട്ടവരല്ലേ. പരീക്ഷകളെ കുറിച്ച് അടുത്ത് പറഞ്ഞിരിക്കുന്നത് തീയിൽ കൂടി കടക്കുമ്പോൾ അഗ്നിജാലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഗ്നിജാല നിന്നെ ദഹിപ്പിക്കത്തില്ല, കടന്നു പോകേണ്ടതായിട്ട് വരും. പരീക്ഷകളിലൂടെ കടന്നു പോകണം. ഇതെല്ലാം ദൈവം പതിക്കുന്ന വ്യാഖ്യാനിക്കേണ്ടതാണ്. രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുക. നമുക്ക് ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കാതെ തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. നമ്മളെ നോക്കുമ്പോൾ, മറ്റുള്ളവരുടെ അടുത്ത് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ക്ഷമയും യേശു ക്രിസ്തുവിൻ്റെ ആശ്വാസവും ക്രിസ്തുവിൻ്റെ സ്നേഹവും പ്രദർശിപ്പിക്കുവാൻ ലോകത്തിൽ അവൻ്റെ കണ്ണാടികളായി തീരുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് ദിവസങ്ങൾ നമ്മളെ പണിതെടുക്കാൻ വേണ്ടി, ആശ്വാസമായി തീരാൻ വേണ്ടി, അനേകം ആശ്വസിപ്പിക്കാൻ നമുക്ക് ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം ഇന്ന് രാത്രിയിൽ എല്ലാവരോടും സംസാരിച്ചത് എനിക്കറിയാം. എന്താണ് നദികൾ എന്ന് എൻ്റെ അർത്ഥം മനസ്സിലാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു വാക്യം എടുത്ത് ആ കുറിവാക്യത്തെ അതിനെ യോജിപ്പിച്ച് ഞാൻ സംസാരിച്ചത്. ഇത് മറന്നു പോകത്തില്ല എന്ന് എനിക്കറിയാം. കാരണം നാം എല്ലാം എത്രയോ നദികളിലൂടെ കടന്നു പോയത്, എത്രയോ ദുഃഖത്തിലൂടെ കടന്നുപോയ ജീവിതങ്ങളാണ്, അല്ലേ? എത്രയോ ദുഃഖങ്ങളിലൂടെ കടന്നുപോയതാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് ആനന്ദത്തിന്റെ ആ സന്ദേശം അറിയിക്കുവാൻ, ആനന്ദത്തിന്റെ നദിയിൽ നിന്ന് കുടിക്കുവാൻ ദൈവം ഒരുക്കി തന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനായി, ആനന്ദത്തിന്റെ അഭിഷേകത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദിവസം മുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവത്തിന്റെ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യാം. നമ്മെ മുക്കാൻ ശ്രമിക്കുന്ന സകല പോരുകളിൽ നിന്നും, സകല ദുഃഖത്തിൽ നിന്നും ദൈവം നമ്മെ റിലീസ് ചെയ്ത് സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി തീർക്കുവാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ, സഭകളിൽ, ദേശങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൂഷൻ ഒരുക്കി വെച്ചിരിക്കുന്ന അനേക ദുഃഖത്തിന്റെ, നിരാശയുടെ ചതിക്കുഴികളും അതെ കയങ്ങളുമുണ്ട്. ആ ചുഴി പോലെ അതിൻ്റെ അകത്ത് ചുറ്റി ദിവസം ഇല്ലാതാക്കാൻ വേണ്ടി ശത്രു വെച്ചിരിക്കുന്ന ചില നദികളുണ്ട്. എന്നാൽ അതിന്റെ കയത്തിൽ പെട്ടുപോകാതെ, ചുഴലിൽ പെട്ടുപോകാതെ, പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന് ദൈവം പറയും, നിന്നെ അതിൽ മുക്കിക്കളയുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. കാരണം ഞാൻ നിന്നെ സൃഷ്ടിച്ചവനാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തവനാണ്, നീ എനിക്കുള്ളവനാ. അതുകൊണ്ട് നിന്നെ ഒരു നദികൾക്കും ഒരു ദുഃഖത്തിന് മുക്കിക്കളയാൻ കഴിയത്തില്ല. സന്തോഷത്തോടെ നാം ഇവിടുന്ന് പറന്നുയരും. അതേ, കാഹളം ധ്വനിക്കുമ്പോൾ ഇവിടുന്ന് ഒരു കൂട്ടം ജനം സന്തോഷത്തോടെ പറന്നുയരും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷം മുള്ള എവിടെ എന്ന് പറഞ്ഞുകൊണ്ട്, പുനരുത്ഥാനവും രൂപാന്തരവും പ്രാപിച്ചുകൊണ്ട് ജയത്തിന്റെ ഘോഷമുയർത്തി ഇവിടുന്ന് ഒരു കൂട്ടം പോകും. ദുഷ്ടപിശാചേ, നീ എത്രമാത്രം ദുഃഖത്തിൽ മുക്കിക്കളയാൻ ശ്രമിച്ചാലും ഞങ്ങളുടെ മേലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് ജയത്തിൻ്റെതാ, ഉയരത്തിലേക്ക് പറന്നു വീഴാനുള്ളതാ. ആ ശക്തിയിലാണ് ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് രാത്രി ദൈവം പറയുകയാണ്, നദികൾ നിന്നെ മുക്കിക്കളയുകയില്ല. ദൈവത്തിന്റെ ശക്തിയാൽ നാം ജയത്തിന്റെ ഘോഷം പാടി ആനന്ദത്തോടെ നമ്മെ പിതാവിന്റെ സന്നദ്ധിയിൽ നിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ദൂതന് വിരാമിടുന്നു.
ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.